എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും നാവിനോട് ആവലാതി പറയുന്നുണ്ട്, നാവിനോട് പരാതി ബോധിപ്പിക്കുന്നുണ്ട്. ഇത്തഖില്ലാഹ ഫീന, ഞങ്ങളുടെ വിഷയത്തിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നമ്മുടെ കയ്യ്, നമ്മുടെ കാല്, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നാവിനോട് പറയുന്നുണ്ട്, ഇത്തഖില്ലാഹ ഫീന, അല്ലാഹുവിന്റെ ഞങ്ങളുടെ വിഷയത്തിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നീ നന്നായാൽ, നിന്റെ പ്രവർത്തനം ചൊവ്വായാൽ ഞങ്ങൾക്കും നല്ലതാണ്. നീ വളഞ്ഞാൽ, നീ എന്തെങ്കിലും കുഴപ്പത്തിന് പോയി ചാടിയാൽ അത് ഞങ്ങൾക്കും മോശമാണ്, ഞങ്ങൾക്കും അതിന്റെ പാർശ്വഫലം അനുഭവിക്കേണ്ടി വരും. ശരിയാണല്ലോ. നമ്മുടെ ശരീരത്തിന്റെ അവയവമാകുന്ന നാവുണ്ടാക്കി തീർക്കുന്ന പല വിപത്തുകൾക്കും സമാധാനം പറയേണ്ടി വരുന്നത് നമ്മുടെ ശരീരത്തിന്റെ മറ്റ് അവയവങ്ങളാണ്. നാവ് എന്നുള്ളത് നമ്മുടെ പാരത്രിക വിജയത്തെ തീരുമാനിക്കുന്ന ഒരു അവയവമാണ്. ഒരു മനുഷ്യന്റെ, മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്യന്തിക ലക്ഷ്യമായ പാരത്രിക വിജയത്തെ തീരുമാനിക്കുന്നതിൽ അവന്റെ നാവിന് വലിയ പങ്കുണ്ട്. മഹാനായ സയ്യിദുനാ ഖുർത്തുബി ഈസ അലൈഹിസ്സലാമിനോട് ഒരു സംഘം ആളുകൾ വന്നിട്ട് ചോദിച്ചു, ദുല്ലനാ അലാ അമലിൻ നദ്ഖുലു ബിഹി അൽ ജന്ന, ഞങ്ങൾക്കൊരു അമൽ പറഞ്ഞു തരണം. അല്ലയോ പ്രവാചകരെ, ഞങ്ങൾക്കൊരു അമലിനെ കുറിച്ച് അറിയിച്ചു തരണം. നദ്ഖുലു ബിഹി അൽ ജന്ന, ആ അമൽ പ്രവർത്തിക്കുന്നതോടുകൂടെ അത് കാരണമായിട്ട് ഞങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയും. ഞങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയുന്ന ഒരു അമൽ പറഞ്ഞു തരാൻ പറഞ്ഞപ്പോ മഹാനായ റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം പറഞ്ഞു, ലാ തൻതിഖൂ അബദാ, നിങ്ങൾ ഒരിക്കലും സംസാരിച്ചു പോകരുത്. നിങ്ങളുടെ നാവിന് പരിപൂർണമായ നിലയിൽ വിലക്കേർപ്പെടുത്തണം, ഒന്നും മിണ്ടരുത്. വന്നയാളുകൾ പറഞ്ഞു, ലാ നസ്തതീഉ ദാലിക, അല്ലയോ പ്രവാചകരെ, അതിന് ഞങ്ങൾക്ക് കഴിയില്ല, അതിന് ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങളുടെ നാവുകൾക്ക് പരിപൂർണമായ നിലയിൽ വിലക്കേർപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയില്ലെന്ന് പറഞ്ഞപ്പോ മഹാനായ മൂസാ നബി, ഈസാ നബി അലൈഹിസ്സലാം അവരോട് പറയുകയാണ്, ലാ തൻതിഖൂ ഇല്ലാ ബിഖൈർ, നിങ്ങൾക്ക് ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല എങ്കിൽ, അതിനെ ആ ഒരു മേഖലയിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ, ലാ തൻതിഖൂ ഇല്ലാ ബിഖൈർ, നന്മയല്ലാതെ മറ്റൊന്നും നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പറഞ്ഞു പോകരുത്. നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഖൈർ മാത്രമേ സംസാരിക്കാവൂ. സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഉതകുന്ന അമൽ ചോദിച്ചപ്പോ മഹാനായ പ്രവാചകൻ പറഞ്ഞു കൊടുത്ത വഴിയാണ് നമ്മുടെ സ്വർഗപ്രവേശനത്തെ തീരുമാനിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട അവയവമാണ് നാവ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണല്ലോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, വല്യകുൽ ഖൈറാ, അവൻ നന്മ പറഞ്ഞു കൊള്ളട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരുന്നു കൊള്ളട്ടെ. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സ്വർഗപ്രവേശനത്തെ തീരുമാനിക്കുന്ന അവയവമാണ് നാവ്. മഹാനായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ കസുറ കലാമുഹു കസുറ സഖതുഹു വമൻ കസുറ സഖതുഹു കസുറത് ദുനൂബുഹു വമൻ
كثرت ذنوبه فالنار أولى به. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ കസുറ കലാമുഹു, ആരുടെയെങ്കിലും സംസാരം അധികരിച്ചാൽ കസുറ സഖതുഹു, അവന്റെ വീഴ്ച അധികരിക്കും, അവൻ ഒരുപാട് പ്രശ്നങ്ങളിൽ പോയി ചെന്നുപെടാൻ സാധ്യതയുണ്ട്. വമൻ കസുറ സഖതുഹു കസുറത ദുനൂബുഹു, ആരുടെയെങ്കിലും വീഴ്ച അധികരിച്ചു കഴിഞ്ഞാൽ കസുറത ദുനൂബുഹു, അവന്റെ തിന്മ അധികരിക്കും, അവന്റെ ദോഷങ്ങൾ അധികരിക്കും. വമൻ കസുറത ദുനൂബുഹു, ആരുടെയെങ്കിലും തിന്മ അധികരിച്ചു കഴിഞ്ഞാൽ ഫന്നാറു ഔലാ ബിഹി, കാനത്തിന്നാറു ഔലാ ബിഹി, നരകമാണ് അവനക്ക് ഏറ്റവും യോജിച്ചത്, അവനക്ക് ഏറ്റവും അഭികാമ്യമായ വാസസ്ഥലം അത് നരകമാണ് എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ സംഭവത്തിൽ പറഞ്ഞു, നമ്മുടെ സ്വർഗപ്രവേശനത്തിന് നമ്മുടെ നാവ് കാരണമാണ്, അതുപോലെ തന്നെ നമ്മുടെ നരകപ്രവേശനത്തിന് കാരണമായിത്തീരുന്ന ഒരു അവയവമാണ് നാവ് എന്നത്. അപ്പോൾ നമ്മുടെ പാരത്രിക ജീവിതത്തിന്റെ വിജയത്തെ തീരുമാനിക്കുന്ന മർമ്മപ്രധാനമായ നമ്മുടെ ശരീരത്തിലെ ഒരു അവയവമാണ് നാവ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വിഷയം പറഞ്ഞത് തന്നെ ഈ ഇലക്ഷന്റെ കാലഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ നമ്മൾ പല രാഷ്ട്രീയ പാർട്ടികളിൽ നമ്മൾ വിശ്വസിക്കുന്നവരായിരിക്കും, പല നിലയിൽ പല ചിന്താഗതികൾ പ്രവർത്തിക്കുന്നവരായിരിക്കും. എല്ലാവർക്കും ഒരുപോലെയുള്ള ചിന്താഗതി ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അങ്ങനെ ഒരു നിലപാടാണെങ്കിൽ അത് ലോകത്തിന്റെ നിലനിൽപ്പിനെ തന്നെ മോശമായി ബാധിക്കും. എല്ലാവരും ഒരു നിലക്ക് ചിന്തിക്കുന്നവരാണ്, എല്ലാവരും പല നിലക്ക് ചിന്തിക്കുന്നവരാണ്, ഓരോരുത്തരുടെയും മാനസികാവസ്ഥ പല നിലക്കാണ്. നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ചാലും അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയെ നാം പിന്താങ്ങിയാലും നാം നമ്മുടെ ദീന് വിട്ടിട്ടുള്ള ഒരു കളി, ദീന് വിട്ടിട്ടുള്ള ഒരു പരിപാടി അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം മറന്നിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. കണ്ടതും കാണാത്തതും, കേട്ടതും കേൾക്കാത്തതും, ഉള്ളതും ഇല്ലാത്തതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ പാടില്ല. നമ്മുടെ നാവിന് പരിപൂർണമായ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സമയമാണ്. കാരണം നമ്മുടെ എതിർ ശരിയുള്ള ആളുകളെ കുറിച്ച് വ്യക്തിഹത്യ നടത്താറുണ്ട്, പലതും പറയാറുണ്ട്. അങ്ങനെ ഒരു നിലപാട് നമുക്ക് പാടില്ല, വിശ്വാസിക്കാത്തത് ഭൂഷണമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരു മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കള്ളം പറയുന്നവനാകാൻ അവർക്ക് മതി, അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, അവൻ കേട്ടതൊക്കെയും പറയാം. സത്യമാണോ അല്ലയോ എന്ന് അന്വേഷിക്കാതെ, അത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് തികയാതെ, അത് കേട്ട പാതി കേൾക്കാത്ത പാതി പറഞ്ഞുകൊണ്ട് നടക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ കളവ് പറയുന്നവനാകാൻ മതി എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നാം വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ ആഖിറത്ത് നഷ്ടപ്പെടുത്തി കളയുന്ന, നാം ഇത്രയും കാലം ചെയ്തു വെച്ച അമലുകളൊക്കെയും നിഷ്ഫലമാക്കി കളയുന്ന വലിയൊരു പ്രവർത്തനമാണ്, അല്ലെങ്കിൽ വലിയൊരു തിന്മയാണ് ഇത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിച്ചു, ആരാണ് ഏറ്റവും വലിയ മുഫ്ലിസ്? പാപ്പരാരാണ്, കയ്യിലൊന്നുമില്ലാത്ത പാവപ്പെട്ടവൻ ആരാണ് എന്ന് ചോദിച്ചപ്പോ സ്വഹാബത്ത് പറഞ്ഞു, പണമില്ലാത്ത, തോട്ടങ്ങളില്ലാത്ത, ഒട്ടകക്കൂട്ടങ്ങളില്ലാത്ത, കയ്യിലൊന്നുമില്ലാത്തവനാണ് പാവപ്പെട്ടവൻ, മുഫ്ലിസ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ല സ്വഹാബ, അവനല്ല മുഫ്ലിസ്, അവനല്ല പാപ്പര്, അവനല്ല ഒന്നുമില്ലാത്തവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നാളെ ആഖിറത്തിൽ ഒരാൾ വരുന്നുണ്ട്, നിറയെ അമലുകളുടെ കൂമ്പാരവുമായി കൊണ്ടൊരാൾ ആഖിറത്തിലേക്ക്, മഹ്ശറിലേക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെ ആ മനുഷ്യൻ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് ഒരു കൂട്ടം ആളുകൾ കടന്നു വരും. അവര് കടന്നു വന്നിട്ട് അല്ലാഹുവോട് പറയും, ഈ മനുഷ്യനെ അങ്ങനെ നിരുപാധികം സ്വർഗത്തിൽ വിടാൻ പറ്റൂല. കാരണം അല്ലാഹുവേ, ഈ മനുഷ്യൻ ഞങ്ങളെ ചീത്ത പറഞ്ഞവനാണ്, ഞങ്ങളെ കുറിച്ച് അനാവശ്യം പറഞ്ഞവനാണ്, കളവ് പ്രചരിപ്പിച്ചവനാണ്, ഏശനി പറഞ്ഞവനാണ്, ഇവൻ ഞങ്ങളെ പല നിലക്കും ഉപദ്രവിച്ചവനാണ് എന്ന് പറയുമ്പോൾ ഈ
വന്ന ആളുകൾക്ക്, പരാതിക്കാർക്ക് ഇവന്റെ അമലുകളെല്ലാം അല്ലാഹു ഓഹരി ചെയ്തു കൊടുക്കും. നിറയെ അമലുകളുമായിട്ട് വന്ന മനുഷ്യൻ അവസാനം ഒന്നുമില്ലാത്തവനായിട്ട് പോകുന്ന സമയത്ത് വീണ്ടും പരാതിക്കാർ വരാൻ ഇവന്റെ അമലുകളൊക്കെയും തീർന്നു, ഇവന്റെ എല്ലാ കർമ്മങ്ങളും അവസാനിച്ചു. എന്നിട്ടും പരാതിക്കാർ വീണ്ടും വരാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാതിക്കാരായ ആളുകളുടെ തിന്മകളെ ഇവന്റെ റെക്കോർഡിലേക്ക് വെച്ചു കൊടുക്കും. അങ്ങനെ നിറയെ അമലുകളുമായിട്ട് കടന്നു വന്ന മനുഷ്യൻ, നിറയെ സൽക്കർമ്മങ്ങളുമായിട്ട് മഹ്ശറിന്റെ ലോകത്തേക്ക് കടന്നു വന്ന മനുഷ്യൻ, അവന്റെ അമലുകൾ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അവന്റെ അമലുകൾ തീർന്നുപോയി എന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ തിന്മകൾ പേറിക്കൊണ്ട് നരകത്തിലേക്ക് ആപതിക്കും. ഇവനാണ് ഏറ്റവും വലിയ മുഫ്ലിസ് എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തി കളയുന്ന, നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വ യദിഹി. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ ഉള്ളടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റുള്ള തന്റെ സഹജീവികളായ ആളുകൾ, മുസ്ലിമീങ്ങൾ, ഇവന്റെ നാവിൽ നിന്ന് ഇവന്റെ കയ്യിനാലുമുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് ആര് രക്ഷപ്പെട്ടുവോ അവനാണ് മുസ്ലിം. അപ്പൊ നമ്മുടെ നാവ് കൊണ്ട് മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാകുന്നുണ്ടോ, നമ്മുടെ വാക്കുകളെ കൊണ്ട് മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാകുന്നുണ്ടോ, നമ്മൾ മുസ്ലിം അല്ല. ഇത് നമ്മൾ പറയാണ്, മുസ്ലിം എന്ന് പറഞ്ഞാൽ നാവിന്റെ ഉപദ്രവത്തെ തൊട്ട് മറ്റുള്ളവർ സംരക്ഷിക്കപ്പെട്ടവനാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മുടെ ഇസ്ലാമിനെ, നമ്മുടെ ഈമാനിനെ, നമ്മുടെ അമലുകളെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ തരിപ്പണമാക്കി കളയുന്ന ഒരു അവയവമാണ് നാവ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് എന്ന് ഓർമ്മപ്പെടുത്താണ്. ഒരിക്കലും നമ്മൾ വ്യക്തിഹത്യ നടത്താൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, പലരും പല ചിന്താഗതിയുള്ളവരായിരിക്കാം. പക്ഷേ അതൊരു പരിധി വിട്ടിട്ട് നമ്മൾ ഒരു വ്യക്തിഹത്യയിലേക്കോ അല്ലെങ്കിൽ കളവ് പ്രചരിപ്പിക്കുന്നതിലേക്കോ കളവ് പറയുന്നതിലേക്കോ നമ്മുടെ പ്രവർത്തനം ഒരിക്കലും ചെന്നുപെടാൻ പാടില്ല.